രാത്രിയുടെ നിശബ്ദത കീറിമുറിച്ച് ഭീമാകാരമായ ഒരു കൊടുങ്കാറ്റ് ആഞ്ഞു വീശി. കനത്ത മഴയിൽ വഴികൾ ഒലിച്ചു പോയിരുന്നു. ആ വിജനമായ റോഡിലൂടെ ഒരു പഴയ അംബാസഡർ കാർ കിതച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങി. ഡ്രൈവിംഗ് സീറ്റിൽ ആകാശ്. നഗരജീവിതത്തിന്റെ തിരക്കുകളിൽ നിന്നൊന്ന് മാറി ഒരു മലയോര ഗ്രാമത്തിന്റെ ശാന്തത തേടി പോവുകയായിരുന്നു. മലഞ്ചെരുവിലെ ഇടതൂർന്ന കാടുകൾക്കിടയിലൂടെയുള്ള ആ യാത്ര ശരിക്കും ദുർഘടമായിരുന്നു. വഴിവിളക്കുകളോ ആളനക്കമോ ഇല്ലാത്ത ആ പാതയിലൂടെയുള്ള ഓരോ നിമിഷവും അവനെ വല്ലാതെ ക്ഷീണിപ്പിച്ചു. അപ്രതീക്ഷിതമായി ഒരു വലിയ മരം വേരോടെ പിഴുതെടുത്ത് റോഡിന് കുറുകെ വീണു. കാർ നിർത്താൻ അവൻ നിർബന്ധിതനായി. എത്ര ശ്രമിച്ചിട്ടും ആ ഭീമാകാരമായ മരം മാറ്റാൻ അവന് കഴിഞ്ഞില്ല. മൊബൈൽ ഫോണിന് സിഗ്നലുമില്ല. അവൻ ശരിക്കും ഒറ്റപ്പെട്ടു. ഇരട്ടും ഒപ്പം പേമാരിയും കണ്ടപ്പോൾ ആകാശ് ആകെ പരിഭ്രാന്തനായി. റോഡിന്റെ ഓരം ചേർന്ന് മരങ്ങൾക്കിടയിൽ ഒരു മങ്ങിയ വെളിച്ചം അവന്റെ കണ്ണിൽപ്പെട്ടു. റോഡിൽ നിന്ന് മാറിയുള്ള ഒരു ചെറിയ ഓടുമേഞ്ഞ വീട്ടിൽ നിന്നാണ് ആ വെളിച്ചം വരുന്നതെന്ന് അവന് തോന്നി. സഹായം അഭ്യർത്ഥിച്ച് അവൻ ആ വീട്ടിലേക്ക് നടന്നു. മഴയിൽ അവന്റെ വസ്ത്രങ്ങൾ പൂർണ്ണമായും നനഞ്ഞു കുതിർന്നു. വാതിലിൽ മുട്ടിയിട്ടും ഉള്ളിൽ നിന്ന് ഒരു പ്രതികരണവും ഉണ്ടായിരുന്നില്ല. വാതിൽ പാതി തുറന്നു കിടക്കുകയായിരുന്നു. ഒരുതരം ഭയവും ഒപ്പം ഒരുതരം ആകാംക്ഷയും കലർന്ന മനസ്സോടെ ആകാശ് അകത്തേക്ക് കടന്നു. അകത്ത് ഒരു മങ്ങിയ എണ്ണ വിളക്കിന്റെ വെളിച്ചത്തിൽ ഒരു വൃദ്ധയായ സ്ത്രീ തറയിലിരുന്ന് എന്തൊക്കെയോ മന്ത്രിക്കുന്നത് അവൻ കണ്ടു. അവളുടെ മുഖം ചുക്കിച്ചുളുങ്ങി വികൃതമായിരുന്നു. കണ്ണുകൾ ചുവന്ന് കലങ്ങിയിരിക്കുന്നു. മുഷിഞ്ഞ വസ്ത്രങ്ങൾ അവളെ കൂടുതൽ ഭീതിപ്പെടുത്തുന്ന ഒരു രൂപമാക്കി മാറ്റി. കാലപ്പഴക്കത്താൽ ചുമരുകളിൽ നിറം മങ്ങിയ ചിത്രങ്ങളും പൊടിപിടിച്ച് പഴകിയ അലമാരകളും ആ വീടിന് ഒരുതരം നിഗൂഢതയും ഭീകരതയും നൽകി. ആകാശിനെ കണ്ടതും അവൾ പെട്ടെന്ന് നിശബ്ദതയായി. ഒരു ദുരൂഹമായ പുഞ്ചിരിയോടെ അവനെ തുറച്ചു നോക്കി. ആ നോട്ടം അവന്റെ ഉള്ളുലച്ചു. ആരാണ് നീ? അവൾ ഒരു നേർത്തതും ഇടർന്നതും ഒപ്പം ഭയം തോന്നിപ്പിക്കുന്നതുമായ ശബ്ദത്തിൽ ചോദിച്ചു. ഈ സമയത്ത് ഇവിടെ എന്തിനാ വന്നത്? ആകാശ് തന്റെ ദുരിതാവസ്ഥയെല്ലാം വിശദീകരിച്ചു. കാർ കേടായെന്നും വഴിയിൽ കുടുങ്ങിയെന്നും ഒരു സഹായം തേടിയെത്തിയതാണെന്നും പറഞ്ഞു. വൃദ്ധ അവനെ അകത്തേക്ക് ക്ഷണിച്ചു. ഈ രാത്രിയിൽ നിനക്ക് ഇവിടെ താമസിക്കാം. പക്ഷേ ഒരു കാര്യം നീ ഓർമ്മിക്കണം. രാത്രിയിൽ ഒരു കാരണവശാലും പുറത്തിറങ്ങരുത്. ഇവിടെ ചില ദുഷ്ടശക്തികൾ അലങ്ങി തിരിഞ്ഞ് നടക്കുന്നുണ്ട്. അവർക്ക് മനുഷ്യ മാംസത്തോട് അടങ്ങാത്ത ആഗ്രഹമാണ്. അവരുടെ കാലൊച്ചകൾ ഈ മണ്ണിന് മുകളിൽ എപ്പോഴും കേൾക്കാം. നിനക്കത് കേൾക്കാം. അവളുടെ വാക്കുകളിൽ ഒരുതരം മുന്നറിയിപ്പും ഭീഷണിയും ഉണ്ടായിരുന്നു. ആകാശ് നന്ദി പറഞ്ഞു. വൃദ്ധ അവനെ ഒരു ചെറിയ മുറിയിലേക്ക് കൊണ്ടുപോയി. അവിടെ ഒരു ചെറിയ കട്ടിലും ഒരു പഴയ അലമാരയും ഉണ്ടായിരുന്നു. മുറിയുടെ ചുമരുകളിൽ ഭയപ്പെടുത്തുന്ന രൂപങ്ങളുള്ള കൊത്തുപണികൾ ആകാശിന്റെ നെഞ്ചിൽ ഒരുതരം അസ്വസ്ഥത നിറച്ചു. വിശ്രമിക്കൂ, വൃദ്ധ പറഞ്ഞു. ഞാൻ നിനക്ക് കുറച്ച് ഭക്ഷണം കൊണ്ടുവരാം. നന്നായി വിശക്കുന്നുണ്ടാകും അല്ലേ? വൃദ്ധ പുറത്തു പോയപ്പോൾ ആകാശ് ആകാംക്ഷയോടെ മുറി വിശദമായി പരിശോധിച്ചു. അലമാരയുടെ മുകളിൽ ഒരു പഴയ പൊടിപിടിച്ച പുസ്തകം അവന്റെ ശ്രദ്ധ ആകർഷിച്ചു. ആകാംക്ഷയോടെ അവനത് തുറന്നു നോക്കി. അത് നിറയെ പഴമയുടെ ഗന്ധം പേർന്ന ചിത്രങ്ങളും വിചിത്രമായ ചിഹ്നങ്ങളും വായിക്കാൻ കഴിയാത്ത ചില ലിപികളുമായിരുന്നു. ചില ചിത്രങ്ങൾ ഭീകരമായ രൂപങ്ങളെക്കുറിച്ചുള്ളതായിരുന്നു. അത്
അവന്റെ ഉള്ളിൽ ഒരുതരം ഭയം നിറച്ചു. ഒരു ചിത്രത്തിൽ വൃദ്ധയായ സ്ത്രീയുടെ അതേ ചുവന്ന കണ്ണുകളുള്ള ഒരു യുവതിയെ അവൻ കണ്ടു. അവൾക്ക് തലമുടി ഇല്ലായിരുന്നു. അവളുടെ കണ്ണുകളിൽ വല്ലാത്തൊരു ഭാവം, ഒരുതരം ഭ്രാന്തും ദുഷ്ടതയും കലർന്ന നോട്ടം. അവളുടെ ചുണ്ടുകളിൽ ഒരു ഭീകരമായ പുഞ്ചിരി തളം കെട്ടി നിന്നു. അതാരെയും പേടിപ്പെടുത്തുന്നതായിരുന്നു. പുസ്തകത്തിലെ താളുകൾ മറിച്ചു നോക്കുമ്പോൾ ആകാശ് ഒരു പേജിൽ ഒരു അടിക്കുറിപ്പ് കണ്ടു. പൂതന, യക്ഷരൂപിണി. അവളുടെ സൗന്ദര്യം ഒരു കെണിയാണ്, അവളുടെ സ്പർശം മരണവും. ആകാശ് ഞെട്ടി. അവന്റെ നെഞ്ചിലൂടെ ഒരു തണുപ്പ് കയറിപ്പോയി. കൈകാലുകൾ വിറയ്ക്കാൻ തുടങ്ങി. അവൻ തിടുക്കത്തിൽ പുസ്തകമടച്ച് അലമാരയിൽ തിരികെ വെച്ചു. ഹൃദയം അതിവേഗം ഇടിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും വൃദ്ധ ഭക്ഷണം കൊണ്ടുവന്നു. ഒരു പഴകിയ പാത്രത്തിൽ ചൂടുള്ള കഞ്ഞിയായിരുന്നു അത്. എന്താ മോനെ, നിനക്കെന്താ പറ്റിയത്? നിന്റെ മുഖം വല്ലാതെ വിളറിയിരിക്കുന്നുണ്ടല്ലോ. ഒരു പനി പിടിക്കുന്ന ലക്ഷണമുണ്ടല്ലോ. ഒന്നുമില്ല, ആകാശ് വിക്കി വിക്കി പറഞ്ഞു. മഴ നനഞ്ഞത് കൊണ്ട് ക്ഷീണം കൊണ്ടായിരിക്കും. വൃദ്ധയുടെ ചോദ്യങ്ങൾ അവന്റെ ഭയം വർദ്ധിപ്പിക്കുകയേ ചെയ്തിട്ടുള്ളൂ. ഭക്ഷണം കഴിക്കുമ്പോൾ ആകാശ് ജനലിലൂടെ പുറത്തേക്ക് നോക്കി. ഒരു നായ് ഉച്ചത്തിൽ ഓരിയിടുന്നത് അവൻ കേട്ടു. അതിന്റെ ഓരിയിടൽ അവനെ കൂടുതൽ അസ്വസ്ഥനാക്കി. വൃദ്ധ പെട്ടെന്ന് ജനലടച്ചു. പുറത്ത് അപകടമുണ്ട്, അവൾ പറഞ്ഞു. നീ എന്നോട് പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, പുറത്തിറങ്ങരുത്. അവർക്ക് നിന്നെ കണ്ടെത്താൻ എളുപ്പമാണ്. കാറ്റിന്റെ ദിശ മാറിക്കഴിഞ്ഞു. രാത്രിയിൽ ആകാശ് ഉറങ്ങാൻ ശ്രമിച്ചു. പക്ഷേ ഭയം കാരണം ഉറക്കം അവനെ വിട്ടുനിന്നു. പുറത്തുനിന്ന് വിചിത്രമായ ശബ്ദങ്ങൾ കേട്ടു. കാറ്റിന്റെ ഇരമ്പൽ, ഇലകളുടെ മർമ്മരം, ആരോ ജനലിൽ തട്ടുന്നത് പോലെ, ചിലപ്പോൾ ഒരു സ്ത്രീയുടെ നേർത്ത ചിരി പോലെ, പിന്നെ ഭീകരമായ ഒരുതരം മുരളൽ. ശബ്ദങ്ങൾ ഓരോ നിമിഷവും കൂടുതൽ കൂടുതൽ അടുത്തു വരുന്നത് പോലെ അവന് തോന്നി. അത് അവന്റെ ചെവിയിൽ പ്രതിധ്വനിച്ചു. പെട്ടെന്ന് അവന്റെ മുറിയുടെ വാതിൽ പതിയെ ഒരുതരം ഞരക്കത്തോടെ തുറന്നു. ആകാശ് ഭയത്തോടെ ശ്വാസം അടക്കി പിടിച്ചു. വാതിലിന്റെ വിടവിലൂടെ ഒരു സ്ത്രീരൂപം മുറിയിലേക്ക് കടന്നു വന്നു. അവളുടെ മുടി അഴിച്ചിട്ടിരുന്നു. കാറ്റിൽ പാറിക്കളിച്ചു. അവളുടെ കണ്ണുകൾ ചുവന്നതും തീവ്രവുമായിരുന്നു. അവയിൽ ഒരുതരം നിഷ്ഠൂരമായ ഭാവം. അവൾ പുഞ്ചിരിച്ചു. അവളുടെ പല്ലുകൾ മൂർച്ചയുള്ളതും അസ്വാഭാവികവുമായ നീണ്ടതുമായിരുന്നു, ഒരു വേട്ട മൃഗത്തെ പോലെ. അത് വൃദ്ധയായിരുന്നില്ല. അത് പുസ്തകത്തിലെ ചിത്രത്തിലുള്ള അതേ യുവതിയായിരുന്നു, യക്ഷിരൂപിണി. അവളുടെ ഓരോ ചുവടുകളും ശബ്ദമില്ലാതെ നിശബ്ദമായി. എന്നാൽ ഭീകരമായ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് ആകാശിന്റെ അടുത്തേക്ക് നീങ്ങി. നീ എന്തിനാണ് ഇവിടെ? അവൾ ഒരു നേർത്ത വിഷം പുരണ്ട ശബ്ദത്തിൽ ചോദിച്ചു. എന്റെ വീട്ടിൽ അതിക്രമിച്ചു കടക്കാൻ നിനക്കെങ്ങനെ ധൈര്യം വന്നു? നിനക്കറിയാമായിരുന്നു ഇതെന്റെ സ്വന്തം താവളമാണെന്ന്. ആകാശ് കട്ടിൽ നിന്ന് താഴെ വീണു. അവൻ ഭയന്ന് വിറച്ചു. അവന്റെ നാവിറങ്ങിപ്പോയിരുന്നു. ഞാൻ വഴിതെറ്റി വന്നതാണ്. അവൻ വാക്കുകൾക്കായി പരതി. അവന്റെ ശബ്ദമിടറി. നീ എന്നെ ഭയക്കുന്നോ? അവൾ പരിഹസിച്ചുകൊണ്ട് ചിരിച്ചു. അവളുടെ ചിരി ഒരുതരം മർമ്മരമായിരുന്നു. അതവന്റെ ഹൃദയത്തിൽ ഭയം നിറച്ചു. നിനക്കറിയാമോ, ഞാൻ നിന്നെ കാത്തിരിക്കുകയായിരുന്നു. എത്ര കാലമായി ഒരു പുതിയ ആത്മാവിന് വേണ്ടി ഞാൻ ദാഹിക്കുന്നു. അവൾ പതിയെ പതിയെ ആകാശിന്റെ അടുത്തേക്ക് നീങ്ങി. അവളുടെ കൈവിരലുകൾ അവന്റെ മുഖത്ത് തട്ടി. തണുത്തതും വിളറിയതുമായ കൈകൾ, മഞ്ഞുമല പോലെ തണുത്ത കൈകൾ. ആകാശിന്റെ നെഞ്ചിൽ നിന്ന് ഒരു അലർച്ച ഉയർന്നു വന്നു.